കേസ് രജിസ്റ്റർ ചെയ്തു. ഫ്ളാറ്റിൽ സംവിധായകൻ ചിദംബരത്തിനെതിരെ ലൈംഗിക അതിക്രമ കേസ്. നടിയുടെ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഫ്ളാറ്റിൽ അതിക്രമിച്ചു കയറി ലൈംഗിക ഉദ്ദേശത്തോടുകൂടി പെരുമാറിയെന്നാണ് ആരോപണം. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത് എന്ന് പരാതിയിൽ പറയുന്നു. വിശദവിവരങ്ങളുമായി അരുൺ ശങ്കർ ചേരുന്നു. അരുൺ, വേണമെങ്കിലും കേസ് കൊടുക്കാം. ചില ആൾക്കാർ പറയുന്നുണ്ട് 2022 കഴിഞ്ഞില്ലേ, ഇപ്പം 4 വർഷം കഴിഞ്ഞില്ല, ഇപ്പോഴാണോ തോന്നുന്നത് കേസ് കൊടുക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും കേസ് കൊടുക്കാതാണ്. എപ്പോൾ വേണമെങ്കിലും മരിക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് വരെ വേണമെങ്കിലും കേസ് കൊടുക്കാം. ആണ്, അതിന് കണക്കും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും വേണമെങ്കിലും കേസ് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, 4 വർഷം കഴിഞ്ഞില്ലേ, 3 വർഷം കഴിഞ്ഞില്ല, ഒന്നും വേണ്ട. ഇപ്പം 60 വയസ്സുള്ളവൻ വരെ സൂക്ഷിച്ചോ. 20 വയസ്സിലെങ്ങാനും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പം പോയിട്ട് കേസ് കൊടുക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരാന്ത് പിടിക്കുമായിരുന്നു. കേൾക്കുമ്പോൾ തന്നെ ഇത് പിരാന്ത് പിടിക്കുന്നു. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലോജിക്കുണ്ട്. ഇത് കേട്ട് മടുത്തപ്പെടുന്നു. ഇതിങ്ങനെ ന്യൂസിൽ വന്നിട്ട് ഒരുത്തനിങ്ങനെ നാറ്റിക്കാമെന്നല്ലാതെ വേറൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇപ്പം പാടിനെല്ലാം കാണുന്നില്ല, അയാളെ വേറെ പെണ്ണ് കിട്ടിയില്ലേ. അതുപോലെ തന്നെ ഇപ്പം ഇവൻ ചിലപ്പോൾ വേറെ പെണ്ണ് കിട്ടാൻ പോകുന്നുണ്ടാവും, ഇല്ലെങ്കിൽ വേറെ എന്തിനെങ്കിലും പോകുന്നുണ്ടോ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എന്നാൽ പിന്നെ കിടക്കട്ടെ ഇതിൻ്റെ പേരിൽ, ഇല്ലെങ്കിൽ പിന്നെ ചാൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാട് ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു വീട്ടിൽ നമ്മളൊരാളെ അതിക്രമിച്ച് കയറിയിട്ട് നമ്മളെ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അവൻ്റെ ചെകിട ഇതല്ലേ ചെയ്യേണ്ടത്. അവൻ്റെ ചെകിട അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ അന്ന് അവൻ സംവിധായകനാണ്, അല്ലെങ്കിൽ അവൻ വലിയ വലിയ ഡയറക്ടർ, എന്താ പറയുക, വലിയ വലിയ സിനിമകൾ എടുക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ഇവനെ ഇനി പണങ്ങിപ്പോണ്ട എന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലാതെ കയറി വന്നിട്ട് വീട്ടിലാരും കയറി വന്നിട്ട് കുടിക്കോ? എനിക്ക് തോന്നുന്നില്ല. സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് അതാരെങ്കിലും കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെ നേരിടേണ്ടതെന്ന് പറഞ്ഞു തന്നെ. പ്രത്യേകിച്ച് 4 വർഷം വരെ എന്നിട്ട് മിണ്ടാണ്ട് എന്തിരിക്കുന്നത്, അതാണ് പറയുന്നത്. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ പുലി വരുന്നതെന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഒറിജിനൽ പുലി വന്നാൽ എല്ലാവരും വിശ്വസിക്കത്തില്ല. കാരണം ഇത് മനുഷ്യന്മാർക്കൊരു കോമഡി മാറിയിരിക്കുകയാണ്. ഇപ്പം കുറച്ച് നാൾ മുമ്പ് നമ്മുടെ എന്താന്ന് പറയേണ്ടത്, മറ്റേ മായാ വിശ്വനാഥ് എന്ന് പറഞ്ഞ നടി പറയുന്ന പോലെയാണ്. അവർ കൃത്യമായിട്ട് അതിൻ്റെ മറുപടി അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പുരുഷനത് പറയാൻ കഴിയില്ല, എന്നാലും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളും വന്നാൽ എല്ലാവരും മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ എന്ന് പറഞ്ഞാൽ വെറും പുലിവാലാന്ന്. എന്തെങ്കിലും ചെറിയൊരു ക്ലൂ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെയും പിടിച്ച് ഉള്ളിലിട്ട് കളയും. അതാണ്. അയ്യോ അവരെ പിന്നെ ഇതാക്കി പേര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് പേരും അറിയില്ല, ഒരു തുങ്കം അറിയില്ല കേട്ടോ. ഈ ചിദംബരം തന്നെ ഇപ്പം നമ്മൾ ആ മഞ്ഞുബൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ കണ്ടുകൊണ്ട് മാത്രം നമുക്ക് അറിയുന്നതാണ്. പിന്നെ ഗണപതിൻ്റെ അനിയൻ ആരോ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സതീഷ് പൊതുവാള, അയാളങ്ങേറ്റ മകനാണെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള അറിയാവുന്നേ ഉള്ളൂ, അല്ലാതെ വേറെ എങ്ങനെ അറിയാം? നമുക്ക് ഇവർ റൂട്ടൊക്കെ എന്തെങ്കിലും അറിയും. ന്യൂസിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പൈസക്ക് നമ്മൾ കേൾക്കുന്നത്, കേൾക്കുമ്പോഴേ നമ്മൾക്ക് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നുകയാണ്. അതായത് ഒരു സ്ത്രീ അവരുടെ ഫ്ലാറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുത്തം വന്ന് കയറുക, അതിക്രമിച്ച് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാരില്ലേ ഒന്നുമില്ലെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചിയിലൊന്നും ഇതൊരു പുതുമയൊന്നുമല്ല. കൊച്ചിയിലൊക്കെ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ പല തോന്നിയവാസങ്ങളും നടക്കുന്നുണ്ട്. ഈ കൊച്ചിയിൽ എന്ന് പറഞ്ഞാൽ ഈ 3 നമ്മൾ നോക്കുമ്പോഴെങ്കിലും മുകളിലേക്ക് നോക്കുമ്പോഴും വലിയ നിലകളാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് ഒരാൾക്കും അറിയില്ല. ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കട്ട അനാശാസിയായിരിക്കും നടക്കുന്നുണ്ടാവുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പലതും നടക്കുന്നുണ്ട്. സിനിമാക്കാരുടെ കയ്യിൽ പൂത്ത പൈസയല്ലടോ ഒന്നാമത്. എത്രയാ പൈസ ഓരോരുത്തന്മാർ എന്ന് പറഞ്ഞാൽ ഗൾഫിലും ആടിയിൽ പോയിട്ട് പണിയെടുക്കൂ, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അങ്ങ് പൈസ ചെരിഞ്ഞു കൊടുക്കല്ലേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ഇറങ്ങുന്ന സിനിമകളെല്ലാം എന്ന് പറഞ്ഞാൽ പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ഒന്നും കളക്ട് ചെയ്യുന്നൊന്നുമില്ല. എന്നാലും ഇവർ സിനിമക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പൈസ ഇറക്കിക്കൊണ്ട് കടന്ന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആകെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മാസം ഇറങ്ങിയ സിനിമകളിൽ എത്ര പൈസ കളക്ട് ചെയ്തിട്ടുണ്ടാവും? അതാണ് നിങ്ങൾ നോക്കേണ്ടത്. 5 കോടി 6 കോടി രൂപ മുടക്കിയിട്ട് ഒരു സിനിമ എടുക്കുമ്പോൾ അത് 1 കോടി പോലും കളക്ട് ചെയ്യുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ സിനിമാക്കാർ ഒരുപാട് പൈസ ഇങ്ങനെ കൊണ്ട് ചെരിയുന്നു. വലിയ വലിയ വണ്ടികളെല്ലാവരും വാങ്ങിക്കുന്നു, വലിയ വലിയ വീടുകൾ വാങ്ങിക്കുന്നു, ആഡംബരമായിട്ട് ഇവരെവിടെയൊക്കെ യാത്രകൾ പോകുന്നു. ഇതൊക്കെയല്ലേ സിനിമാക്കാരുടെ ഇടയിൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിനൊന്നൊരു പഞ്ഞവും ഇല്ല. എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്, ചീഞ്ഞ് നാറുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിന് എല്ലാവരും മൂട്ടിൽ വെച്ചിട്ട് ഇതാക്കോ ഉണ്ടായിരുന്നു. നാണം കെട്ട വർഗ്ഗങ്ങൾ, അത്ര നാണം കെട്ട വർഗ്ഗങ്ങളാണ്. എപ്പം നോക്കിക്കഴിഞ്ഞാൽ സിനിമാക്കാർക്കില്ലാതെ പരിപാടിയില്ല. എപ്പം നന്നാകാനാണോ നിങ്ങളൊക്കെ? എപ്പം നന്നാകാനാണ്? 2 ദിവസം മുമ്പായിട്ട് ഇനിൻ്റെ അനിയനെ മോനെയാ ആരും പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ സംഭവത്തിലും സിനിമാക്കാർ തന്നെ. എടാ നിങ്ങളൊക്കെ ഈ സിനിമാക്കാർ എന്ന് പറയുന്ന ടീമുകൾ കുറച്ചൊക്കെ ജനങ്ങൾക്ക് പൊതുവായിട്ട് എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടല്ലേ നിൽക്കുന്നത്. പക്ഷെ ഇപ്പോഴും നേരെ തിരിച്ചാണ്. ഇപ്പോഴെല്ലാ കച്ചവടക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേലിയായാലും കോടിയായാലും ഇനിയിപ്പോൾ ഡിങ്കായാലും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാറിനെ വേറെ ഒരു മനുഷ്യന്മാരില്ലായിരുന്നു.
വളരെ മോശമായ അവസ്ഥ തന്നെയാണ് നടന്നത്. ഈ ചിദംബരം എന്ന് പറയുന്നവൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി അവൻ്റെ ചള്ളക്ക് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആങ്ങളമാറോ ആരെങ്കിലും ഇല്ലേ, ആരെങ്കിലും ഉണ്ടാവില്ലേ? 4 വർഷം വരെ ഇങ്ങനെ പോയിട്ട് ഇപ്പം പോയിട്ട് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ പറയേണ്ടത്? അല്ല ഇവനൊക്കെ എന്താ ഭീഷണിപ്പെടുത്തി? ഇവൻ രാജാവാ? ഇവൻ രാജാവാണോ? ഈ പിന്നെ ചിദംബരം എന്ന് പറയുന്നവൻ അവൻ പിന്നെ രാജാവാണോ? ഒരു രാജാവും അല്ലാവേ. അവൻ ഏതോ 2 സിനിമ എടുത്ത് വിജയിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൻ വലിയ സിനിമ ഡോൺ മേക്ക് കാർ എന്നൊന്നുമല്ലോ. ഒരു മണം കട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ തന്നെ പൊതുജനങ്ങൾക്ക് ഇപ്പം ചിരിയാന്ന് വരുന്നത്. നമുക്ക് സങ്കടമൊന്നും തോന്നില്ല ഇപ്പോഴും. ഈ സിനിമാക്കാരുടെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് കരച്ചിലൊന്നും വരുന്നില്ല. ഇപ്പം നമുക്കെന്താ ഇതൊന്നും അറിയോ? കഷ്ടം തന്നെയായിരുന്നു. പടവെട്ട് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു പണ്ട്. ആ സിനിമയിൽ ഇതേപോലെയായിരുന്നു. അവസാന നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറെ കാണാനില്ല. ഡയറക്ടറെ കയ്യാമം വെച്ച് ജയിലിലായിരുന്നു. അതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെണ്ണ് പോയിട്ട് അയാളെ വീട്ടിൽ തന്നെ ഇവിടെ താമസിച്ചിന്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ സംശയവും പുച്ഛവും ഒക്കെയാണെന്ന് തോന്നുന്നത്. അല്ലാതെ വേറൊരു വികാരമൊന്നും തോന്നില്ല. ഒരു മണ്ണാങ്കട്ടിയും തോന്നില്ല അവിടുന്ന്. ഇങ്ങനെയുള്ള കേസൊക്കെ വന്നിട്ട് ഏഷ്യാനെറ്റ് ആയാലും മറ്റേവരായാലും ഇങ്ങനെ വായിക്കുമ്പോഴേ നമുക്കൊരു ഒരു പുണ്ണാക്കമൊന്നും തോന്നില്ല അവിടുന്ന്. ഇതൊക്കെ എന്നാ പറയേണ്ടത്? ഇതൊക്കെ അവിടെ തീർക്കാനുള്ള കാര്യങ്ങളാണ്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണോ? സാധാരണക്കാരനാണെങ്കിൽ അപ്പം തന്നെ തൂക്കിയെടുത്ത് കൊണ്ടുപോകത്തില്ലേ? ചിദംബരനെ പരിശോധിക്കുക, അറസ്റ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ചിദംബരത്തിനെ മാത്രമൊന്നും ഞാൻ കുറ്റം ഒരിക്കലും പറയത്തില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ, നമ്മളെ വീട്ടിലൊക്കെ ഒരുത്തന്നെ അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ ഓൻ വിവരം അറിഞ്ഞിട്ടേ വെളിയിൽ പോകത്തുള്ളൂ. അതാണ് മാനം മര്യാദയില്ലവരെല്ലാം ചെയ്യുക. അന്തസ്സോ അഭിമാനമോ ഇതൊക്കെ ഉള്ളവരങ്ങനെ ചെയ്യുക. ഏതവനായി കഴിഞ്ഞാൽ അതിക്രമിച്ച് വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവനെങ്ങനെയാണ് പിന്നെ പോകാമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ചിദംബരത്തിനെ മാത്രം എന്തുകൊണ്ടാണ് ഇവർ സ്നേഹിച്ചു വിട്ടത്? ചിലപ്പോൾ സിനിമാക്കാരനും പൈസക്കാരനും വലിയ വലിയ കാറിലല്ലേ വരുന്നത്. വലിയ ബെൻസ് കാറിലും ഓടി കാറിലൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും, മിക്ക ആൾക്കാർക്കും അതായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള കുറേ ഊളകൾ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പല പല ഫ്ലാറ്റുകളിലും എന്താ നടക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മളിങ്ങനെ എന്താ പറയണ്ടേ? അയ്യോ കഷ്ടമായിരുന്നു, വളരെ മോശമായിരുന്നു. എന്ത് പറയാനാണ്, ആരോട് പറയാനെന്ന് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങനെ വിചാരിക്കല്ല, ഇതെന്താണ് ചിദംബരത്തിനെ പറ്റി ഒന്നും വരാത്തത്. ഏതായാലും അതും കൂടി വന്നു, സന്തോഷമായിരുന്നു. ഇനിയിപ്പോൾ ഇവനിൻ്റെ പുറകെ നടക്കേണ്ടി വരും. ഇതാണ് ഇപ്പം സംഭവിക്കുന്നത്. എനിക്ക് ചീയം വരുന്നത്. അയ്യോ ഓരോരുത്തന്മാരെ അവസ്ഥ ആലോചിച്ചിട്ട് എന്താന്ന് പിടികിട്ടുന്നേയില്ല. വളരെ മോശം തന്നെ. ഇപ്പം നമ്മളെ സിനിമാക്കാരുടെ എന്താ ഇങ്ങനെയായി പോയല്ലോ? കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വിളിക്കുന്നതിനോട് അത്ര പോലും ഇതില്ലാന്നായി പോയല്ലോ ഭഗവാനെ. നിങ്ങൾ പറ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പറ. അതായത് നിങ്ങൾക്ക് തോന്നില്ലേ, ചൂലെടുക്കാൻ തോന്നില്ലേ? എനിക്ക് ചൂലെടുത്തിട്ട് എറണാകുളത്ത് പോകാൻ തോന്നുന്നു. ചൂലെടുത്തിട്ട് 2 ചന്തിക്ക പടപട അത്ര തന്നെ. അമ്മ അതിൽ തോന്നിയ വാസം. എന്താ പറയട്ടെ, അതിക്രമിച്ച് കയറല്, തല്ലിപ്പൊട്ടിച്ച് കയറല്, 4 വർഷം കഴിച്ച് പരാതി കേൾക്കുന്ന ആൾക്കാർക്ക് തന്നെ. ഇനിയിപ്പോൾ ഇതെന്തെങ്കിലും പറഞ്ഞോളൂ, ഒന്നും പറയാൻ പറ്റൂല. ഇത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരെങ്കിലും അപമാനിച്ചു എന്നൊക്കെ ഇവർ പറഞ്ഞു. അതാണ് ചിതു, നിന്റെ കാര്യം വളരെ പോക്കാനോടാ മോനെ. പക്ഷേ ഈ 2002 പറഞ്ഞാൽ ചെങ്ങായി ഏതൊരു പടം അന്നേരം റിലീസ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം എന്നിട്ടാണ് ഇതൊക്കെ റിലീസ് ചെയ്തത്, നമ്മളെ മഞ്ഞുമ്പൽ ബോയ്സൊക്കെ. എനിക്ക് തോന്നുന്നത് നന്നായപ്പോഴും തേച്ചിട്ടുണ്ടാവും. അതാണ് സംഭവമായിരുന്നു, വേറെയൊന്നും അല്ലായിരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് കളാ, എന്തെങ്കിലും ആക്കട്ടായിരുന്നു. അലാക്കിൻ്റെ അവിലും കഴിഞ്ഞ്.